മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കൃഷാന്താണ്. ഇതിനു മുമ്പ് അത് കാലഘട്ടത്തിൽ അന്ന് നമ്മൾ എങ്ങനായിരിക്കും, നമ്മൾ മനുഷ്യർ ഏത് രീതിക്കായിരിക്കും നമ്മളുടെ കാര്യങ്ങളൊക്കെ എന്നുള്ളത് കാണിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡിഫറെൻ്റ് ഒരു എക്സ്പീരിയൻസ് തരാൻ സാധിച്ചിട്ടുണ്ട് കൃഷാന്ത് എന്ന് പറഞ്ഞൊരു സംവിധായകനും. ഇപ്പം കോമഡി ആണെങ്കിലും നമ്മളെ ഒട്ടും ബോർ അടുപ്പിക്കാതെ തന്നെ ആ ഒരു കണ്ടൻറ്റ് അവർ ഡെലിവർ ചെയ്യാനായിട്ട് അവർക്ക് നല്ല രീതിക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശ്രദ്ധ തെറ്റാതെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനും സംവിധായകൻ ആ ഒരു നിലയിലും വിജയിച്ചിട്ടുണ്ട്. പെർഫോമൻസ് എടുത്ത് പറയുവാണെങ്കിൽ രജിഷ വിജയൻ്റെ ഒരു താണ്ഡവമാണ്, അഴിഞ്ഞാട്ടം എന്ന് നമുക്ക് പറയാം. നല്ല പെർഫോമൻസ് ആണ് രജിഷ വിജയൻ്റെ. അതേപോലെ തന്നെ ആണെങ്കിൽ നിരഞ്ജൻ എന്ന് പറഞ്ഞ നമ്മുടെ മണിയമ്പിള്ള രാജുചേട്ടൻ്റെ മോൻ, പുള്ളിക്കാരൻ്റെ പെർഫോമൻസും നന്നായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പുള്ളിക്കാരനിൽ നിന്ന് ഇത്രത്തോളം ഒരു പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല രീതിക്ക് തന്നെ പുള്ളിയുടെ ആ ഒരു റോള് പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ തന്നെ അവരുടെ റോളുകൾ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ സംസാരിക്കുന്ന ചില വിമർശനങ്ങളൊക്കെ ആണെങ്കിലും ഒരു കോമഡി രീതിക്കാണെങ്കിലും അത് മുൻപോട്ട് വെക്കുന്ന ആശയം വളരെ വലിയൊരു ആശയമാണ്. ഈ സിനിമയാണെങ്കിലും ഇതിൻ്റെ കണ്ടന്റ് ആണെങ്കിലും അവരെടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു വിധമാണെങ്കിലും എല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തുന്ന രീതിക്കാണ്. പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഗഗനചാരി എന്ന് പറഞ്ഞൊരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം. കാരണം ഗഗനചാരി എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇടയ്ക്കൊക്കെ ബോർ അടിച്ചിരിക്കുമ്പോഴൊക്കെ ചുമ്മാ ഇരുന്ന് കാണാം. അപ്പോൾ ഒരു ഫീലാണ് ആ ഒരു പടം കാണുമ്പോൾ. അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പം ഇതും എനിക്ക് ആ ഒരു ലെവലിൽ തന്നെ അത് ഇഷ്ടപ്പെട്ടവർക്ക് ഉറപ്പായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അങ്ങനത്തെ ഒരു സ്റ്റോറിയും കൂടാണ് ഇതിൻ്റെ. എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. എന്തായാലും നല്ലൊരു പടം തന്നെയാണ്. സംവിധായകൻ അദ്ദേഹത്തിൽ നിന്ന് ഇനി ഇതുപോലെ പുതിയ പുതിയ കുറേ സിനിമകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്തായാലും ഈ സിനിമ നിങ്ങൾ പോയി കാണാം. ഞാൻ ഇതിലെ സ്റ്റോറിയിലോട്ടോ അതിൽ ഇന്നതെല്ലാം ഉണ്ടെന്ന് ഞാൻ കൂടുതലും പറയുന്നില്ല. ഓൾറെഡി സോഷ്യൽ മീഡിയയിലെല്ലാം ഇപ്പോൾ ഉണ്ടെങ്കിലും ഈ റിവ്യൂ കാണുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പ് അറിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ അറിയാം. എന്തായാലും പടം നല്ലൊരു സിനിമയാണ്, ഒരു ഫ്രഷ് ഒരു കോൺസെപ്റ്റാണ്. അതുപോലെ തന്നെ പുതിയൊരു എക്സ്പീരിയൻസ് നമുക്ക് തിയേറ്ററിൽ പോയി കാണുമ്പോൾ കിട്ടും. എന്തായാലും നിങ്ങൾ മിസ്സാക്കാതെ പോയി കാണാം.